സെറ്റായിരുന്നു. ഒരു ക്ലീഷ്യ സെറ്റപ്പ് ആയിരുന്നു സംഭവം. പക്ഷെ എന്നാലും ഇതുവരെ കാണുന്ന ഒരു മേക്കിങ്ങും പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 17 മിനിറ്റ് സിംഗിൾ ടേക്ക് വിത്ത് സോങ് വിത്ത് ഫൈറ്റ് ഉണ്ട്. അത് നല്ല ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മാസ് പടം. നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു വേറെ ലെവൽ സൂര്യനെ നമുക്ക് കാണാം. ജോജു ഒരു രക്ഷയില്ല. കാരണം നമുക്ക് തമിഴിൽ പല പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ജോജുവിനെ ഈ ഒരു ലെവലിൽ കാണാൻ പറ്റിയത് ഭയങ്കര ഒരു മാസ് എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ ഒരു ഡ്രാമ ടൈപ്പ് ആക്ഷനാണത്. നമുക്ക് എൻജോയ് ചെയ്യാം. അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് ഒന്ന് കാണാം. ഡയറക്ടറിന് ഒറ്റ ഹോപ്പ് വെച്ച് കയറിയതുകൊണ്ട് ആ ഹോപ്പ് വെറുതെ ഇല്ല. അത്ര പറയാനുള്ളൂ. കൊള്ളാം. ഗംഭീരൻ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. കോമഡി വൈസ് അടിപൊളിയായിരുന്നു. 4 ജോജു സാറും ജയറാം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ജയറാം ഒരു ചെറിയ റോളാണ്. പുള്ളിക്ക് കൊടുത്ത റോള് നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഒരു ജോക്കർ ആ ടൈപ്പ് റോളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കൊമേഡിയൻ ആ റോൾ നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നു. പക്ഷേ ആ കഥാപാത്രത്തിന് സിനിമയായിട്ട് വല്ല ബന്ധമോ അല്ലെങ്കിൽ വലിയ റിലവൻറ്റോ ഒന്നുമില്ല. ജോജു നല്ല ഗംഭീര വില്ലനാണ്. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം ഒരു കോമഡി പീസായി മാറി. കാരണം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് സിനിമ കണ്ട് കഴിഞ്ഞ് വരുന്നത്. അത് ഒരു കോമഡി പടം കാണുമ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഈ സിനിമ കണ്ട് ചിരിച്ച്, അത് പ്രത്യേകിച്ച് ക്ലൈമാക്സ്, അതാണ് പടത്തിന് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത്. സൂപ്പർ പടം